നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. എല്ലാ ദുരധികാരങ്ങൾക്കുമെതിരായ മനുഷ്യരാശിയുടെ സമരം മറവികൾക്കെതിരായ ഓർമ്മകളുടെ കലാപമാണ്. ചെഞ്ചോരപ്പൂവുകൾ എന്ന ഈ ചരിത്രയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർണമായ സ്വാഗതം. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. കൂത്തുപറമ്പ്, ചരിത്രത്തിന്റെ കുരുതിപ്പറമ്പ്, ഭാഗം 3. 1994 നവംബർ 25 വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരായി സഹകരണ മന്ത്രി MV രാഘവനെതിരെ സമാധാനപരമായി പ്രതിഷേധിച്ച രാജീവൻ, മധു, ബാബു, റോഷൻ, ഷിബുലാൽ എന്നീ 5 യുവാക്കളെ വെടിവെച്ച് കൊല്ലുകയും പുഷ്പനെ എന്നേക്കുമായി ശയ്യാവലംബിയാക്കുകയും 200ഓളം യുവാക്കളെ തല്ലിച്ചതക്കുകയും ചെയ്ത ഭരണകൂട ഭീകരതയുടെ താണ്ഡവത്തിനെതിരെ ഇന്നും കത്തിജ്വലിക്കുന്ന രണസ്മരണയായ കൂത്തുപറമ്പ് സമരമാണ് ഇത്തവണ ചെഞ്ചോരപ്പൂവുകളിൽ. ബലികുടീരങ്ങളിൽ നിന്നുണർന്നേറ്റവർ പിടയുന്ന ഹൃദയ താളങ്ങളിൽ പാടുന്നു. പടരു സഖാക്കളെ, പടരു സഖാക്കളെ, കാലഘട്ടത്തിന്റെ സിരകളിൽ ചോരയിൽ ജീവചൈതന്യമാ. 1994 നവംബർ 25 കൂത്തുപറമ്പ് അർബൻ ബാങ്കിന്റെ സായാഹ്ന ശാഖയുടെ ഉദ്ഘാടനത്തിന് സഹകരണ വകുപ്പ് മന്ത്രി MV രാഘവൻ കൂത്തുപറമ്പിലെത്തുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. തൊഴിൽ വകുപ്പ് മന്ത്രി N രാമകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് പരിപാടി. വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരെ മന്ത്രി രാഘവന് മുന്നിൽ കരിങ്കൊടി പ്രകടനം നടത്തുമെന്ന് 1994 നവംബർ 20 ചേർന്ന DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം പ്രഖ്യാപിച്ചു. PV രജീന്ദ്രനാഥ് പ്രസിഡന്റും M സുരേന്ദ്രൻ സെക്രട്ടറിയുമായിട്ടാണ് അപ്പോൾ DYFI ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നത്. നഗ്നമായ വിദ്യാഭ്യാസ കച്ചവടത്തോടൊപ്പം കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി നിയമനങ്ങളും MV രാഘവനെതിരായ പ്രതിഷേധത്തിന് അസാമാന്യമായ കരുത്ത് വർദ്ധിപ്പിച്ചു. തീർത്തും രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു പ്രദേശമാണ് കൂത്തുപറമ്പ്. അധികാരവും ആയുധബലവും കൊണ്ട് കൂത്തുപറമ്പിലെ ജനതയെ കീഴടക്കി ലക്ഷ്യം നിറവേറ്റി പോകാമെന്നാണ് അധികാരോന്മാദം ബാധിച്ച രാഘവനും കൂട്ടരും കരുതിയത്. K കരുണാകരനോടും K സുധാകരനോടും ഒപ്പം ചേർന്ന് MV രാഘവൻ തുടർന്നുവന്ന പ്രതിലോമ രാഷ്ട്രീയത്തെ ഏറ്റവുമധികം ചെറുത്തുനിന്നവരാണ് കൂത്തുപറമ്പിലെ ജനത. കൂത്തുപറമ്പ് രക്തസാക്ഷികൾ അവർ ഇന്നും യുവജന മനസ്സിൽ ജീവിക്കുകയാണ്. 94 നവംബർ 25 കൂത്തുപറമ്പിൽ അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനും എതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി മന്ത്രി MV രാഘവൻ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ നിരായുധരും നിരപരാധികളുമായ യുവജനങ്ങൾ കറുത്ത തൂവാല വീശി പ്രതിഷേധിക്കാൻ ഒത്തുകൂടിയവരായിരുന്നു. ഏകദേശം 2 മണിക്കൂർ നേരം മന്ത്രിയുടെ വരവും കാത്തിരിക്കുകയായിരുന്നു. കണ്ണൂർ കൂത്തുപറമ്പ് റോഡിന്റെ ഗതാഗത തടസ്സം ഉണ്ടാക്കാത്ത വിധത്തിൽ ഒരു ഭാഗത്ത് അണിനിരന്നുകൊണ്ടാണ് 2000ഓളം യുവജന പ്രവർത്തകന്മാർ അവരെ കാത്തിരുന്നത്. 450ഓളം വരുന്ന പോലീസ് പടയെ നേരിടാൻ 2000ഓളം ആളുകൾക്ക് കഴിയുമായിരുന്നു. ഒരു അക്രമവും DYFIയുടെ പ്രവർത്തകന്മാർ നടത്തിയില്ല. ജനകീയ അന്വേഷണ കമ്മീഷനും സർക്കാർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനും നൽകിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കിയത് കൂത്തുപറമ്പ് വെടിവെപ്പ് അനാവശ്യമായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. മന്ത്രിയുടെ ധിക്കാരവും മനുഷ്യ കശാപ്പ് നടത്താൻ വേണ്ടിയിട്ട് പോലീസ് നടത്തിയ ആസൂത്രിതമായിട്ടുള്ളൊരു പദ്ധതിയുമായിരുന്നു ഞങ്ങളൊക്കെ അന്ന് ആ സമരമുഖത്തുണ്ടായിരുന്നു. മന്ത്രിയുടെ വാഹനത്തിന്റെ തൊട്ടുമുമ്പായി എത്തിയ പൈലറ്റ് വാഹനത്തിലെ ഹക്കീം ബത്തേരി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടൻ അദ്ദേഹം പാതയോരത്ത് അണിനിരന്ന ചെറുപ്പക്കാർക്ക് നേരെ ലാത്തി വീശുകയാണ് ആദ്യം ചെയ്തത്. അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്തു. അപ്പോൾ എന്നെയും തല്ലി. എൻ്റെ തലയിൽ അക്കാലത്ത് 10-12 സ്വിച്ചുകൾ ഇടേണ്ടി വന്നു. 32ഓളം പേർ കൂത്തുപറമ്പ് ടൗൺ ഹാളിന്റെ ഗേറ്റിന്റെ മുമ്പിലുള്ള റോഡരികിലായിരുന്നു. ഞങ്ങൾക്ക് പിന്നീട് വെടിയൊച്ചകളും ടിയർ ഗ്യാസ് ഷെല്ലുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നതിൻ്റെയും ഒച്ചയായിരുന്നു കേൾക്കേണ്ടി വന്നത്. തൊട്ടടുത്ത ഒരു കെട്ടിടത്തിന്റെ മുകളിൽ മാധ്യമ സുഹൃത്തുക്കളെ ബന്ദികളാക്കി നാടാകെ ചോരക്കണം. കൂത്തുപറമ്പിൽ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ അകലെ ഒരു പ്രശ്നവും ഉണ്ടാകാതിരുന്ന സ്ഥലത്തേക്കും വെടിയുണ്ട പാഞ്ഞുപോയി.
ഇങ്ങനെ നിരായുധരായ നിരപരാധികളായ ചെറുപ്പക്കാരെ എന്തിന് വെടിവെച്ച് കൊന്നു? രാജീവനും മധുവും ബാബുവും രോഷനും ശിവലാലും ഇപ്പോഴും ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പനും യഥാർത്ഥത്തിൽ നിരവധി പേർക്ക് വെടിയേറ്റ ലാത്തിയടിയേറ്റ സമാനതകളില്ലാത്തൊരു സംഭവമായിരുന്നു അത്. ഭൂപടത്തിൽ ഒരിടം മാത്രമല്ല, ഇന്നു കൂത്തുപറമ്പ് ചോര കൊണ്ടും കണ്ണീരു കൊണ്ടും രേഖപ്പെടുത്തിയ ഒരു നെഞ്ചിടം. മന്ത്രി പരിപാടി സ്ഥലത്ത് എത്തിച്ചേർന്നാൽ കടുത്ത പ്രതിഷേധം ഉറപ്പാണെന്നും അതുകൊണ്ട് പരിപാടി റദ്ദാക്കണമെന്നും ജില്ലാ കളക്ടർ VS സെന്തിലും ജില്ലാ പോലീസ് സൂപ്രണ്ട് K പത്മകുമാറും മന്ത്രി MV രാഘവനോട് അഭ്യർത്ഥിച്ചു. രാവിലെ 11 മണിക്കാണ് പരിപാടി പ്രഖ്യാപിച്ചിരുന്നത്. കളക്ടറും SP-യും പലവട്ടം ഫോണിലും പരിപാടി റദ്ദാക്കണമെന്ന് മന്ത്രിയോട് അപേക്ഷിച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന മാനിച്ച് തൊഴിൽ വകുപ്പ് മന്ത്രി N രാമകൃഷ്ണൻ താൻ കൂത്തുപറമ്പിലേക്കില്ലെന്നും പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും അറിയിച്ചു. പക്ഷേ MV രാഘവൻ അപ്പോഴും വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നില്ല. എന്തു വില കൊടുക്കേണ്ടി വന്നാലും താൻ കൂത്തുപറമ്പിൽ എത്തുമെന്നും പ്രതിഷേധം വകവയ്ക്കാതെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ശഠിച്ചു. 1994 കൂത്തുപറമ്പിന് മഹാനഷ്ടങ്ങളുടെ വർഷമാണ്. ജനുവരി 26 റിപ്പബ്ലിക് ദിന പ്രഭാതം പൊട്ടിവിരിഞ്ഞത് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായിരുന്ന സഖാവ് KV സുധീഷിന്റെ രക്തസാക്ഷിത്വത്തിലേക്കാണ്. ബലികുടീരങ്ങളിൽ നിന്നുണർന്നേറ്റവർ പിടയുന്ന ഹൃദയതാളങ്ങളിൽ പാടുന്നു. പടരു സഖാക്കളെ, പടരു സഖാക്കളെ, കാലഘട്ടത്തിന്റെ സിരകളിൽ ചോരയിൽ ജീവചൈതന്യമാ. ചിറകടിച്ചെത്തൂ ചരിത്രമോഹങ്ങളെ, ചിറതകർത്തെത്തുന്നു കാലപ്രവാഹിനി. വിശ്വവിപ്ലവ കൃതികളിൽ മാത്രം നാം വായിച്ചറിഞ്ഞ അത്ഭുതകരമായ രാഷ്ട്രീയ ബോധവും ആർജവുമുള്ള അസാധാരണനായ ഒരു പിതാവാണ് രക്തസാക്ഷി സഖാവ് KV റോഷന്റെ അച്ഛൻ സഖാവ് KV വാസുവേട്ടൻ. റോഷൻ മൂത്ത മകനാണ്. 10ാം ക്ലാസ്സിൽ തോറ്റിരുന്നു. അതിൻ്റെ ശേഷമാണ് ട്യൂട്ടോറിയൽ കോളേജിൽ പോകാൻ തുടങ്ങിയത്. ആ സമയത്ത് തന്നെ SFIയുടെ ഏരിയ കമ്മിറ്റി മെമ്പറും കൂടിയാണ്. SFIയുടെ എല്ലാ പ്രക്ഷോഭ സമരങ്ങളിലും പങ്കെടുക്കും. അങ്ങനെയാണ് SFIയുടെ 94 സമരം കേരളത്തിൽ ശക്തമായ രീതിയിൽ ആരംഭിച്ചത്. ഇതിന് പഠിക്കുമ്പം തന്നെ ഇലക്ട്രോണിക്സ് ജോലികളും പഠിച്ചിരുന്നു. ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ ആ ജോലി ചെയ്യും, എന്നെ കുടുംബത്തിനെയും സഹായിക്കും. എല്ലാവരോടും നല്ല പെരുമാറ്റമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പം വായിച്ചു പഠിച്ചതൊന്നുമല്ലെങ്കിലും പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ഒരു സ്നേഹവും ബഹുമാനവുമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശത്തോടു കൂടി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. അതിനുശേഷമാണ് വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് SFIയുടെ ആഭിമുഖ്യത്തിൽ സമരം തുടങ്ങിയത് 94 നവംബറിൽ. ആ സമരം ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോഴാണ് DYFI ഇവരെ സഹായിക്കുന്നത്. SFI നവംബർ 25 ഞാനും റോഷന് വീടുന്ന് 8 മണിക്ക് ഇറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ കോളേജിൽ ഒരു വിഷയം ആ പീരീഡിൽ ഇരുന്നിട്ടാണ് സമരത്തിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. സമരത്തിന് പോകുന്ന പേരും അമ്മച്ചിയും ഒക്കെ അറിയുകയും ചെയ്യും. 11 മണിക്ക് ഞാൻ കാണുന്നുണ്ട് ടൗൺ ഹാളിൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കുട്ടികളെല്ലാം എവിടെയാണ് നിങ്ങൾ നിൽക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ടൗൺ ഹാളിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അവിടെയാണ്. രാഘവന്റെ വരവിന്റെ മുന്നറിയിപ്പ് എന്നോണം സൈറൻ മുടക്കിക്കൊണ്ടാണ് പോലീസ് പാർട്ടി മുമ്പോട്ട് വരുന്നത്, കണ്ടുവരുന്നത്. ഇപ്പൊ മനസ്സിലായി, ഹക്കീം ബത്തേരിയുടെ നേതൃത്വത്തിലാണ് പോലീസ് പാർട്ടി മുമ്പിലുള്ളത്. ആ മുൻപിലുള്ള വണ്ടിയിൽ നിന്ന് പോലീസ് ചാടി ഇറങ്ങി ടൗൺ ഹാളിന്റെ ഗേറ്റിന്റെ മുന്നിലുണ്ടായിരുന്ന സഖാക്കളെയെല്ലാം തല്ലി റോഡിലിടുകയാണ് ഉണ്ടായത്. രാഘവൻ ടൗൺ ഹാളിൽ പോയി 13 മിനിറ്റ് നേരമാണ് പ്രസംഗിച്ചത്.
അപ്പൊ തന്നെ പോലീസ് വെടിവെപ്പ് ആരംഭിച്ചിരിക്കും. ഏകദേശം ഒരു 12:30 12:45 ആകുമ്പോൾ ഞങ്ങൾ കൂത്തുപറമ്പ് ആശുപത്രിയിലേക്ക് ചെന്നു. 1 മണിയോടുകൂടിയാണ് സഹാക്കൾ വന്ന് പറയുന്നത് റോഷന് പരിക്ക് പറ്റിയിരിക്കുന്നു. ഞാൻ ചോദിച്ചു അവരോട്, നല്ല പരിക്കാണോ? അതെ. പിന്നെ ഞാൻ ചോദിച്ചത് മരിച്ചോ എന്നാ ചോദിച്ചത്. അപ്പൊ അവരാദ്യം വന്ന് വിമിഷ്ടപ്പെട്ടു, പിന്നീട് പറഞ്ഞു മരിച്ചു. എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന്റെ കൃത്യമായി അവർക്ക് അറിയില്ല. ഒരു 15 മിനിറ്റ് അവിടെ തന്നെ ഞാൻ നിന്നു. അതിന് ശേഷം അവിടെയുള്ള ഉത്തരവാദപ്പെട്ട സഖാക്കളോട് പറഞ്ഞു, എനിക്ക് ഇവരെവിടെയാണുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തലശ്ശേരിയിലാണുള്ളത്. എന്നാൽ തലശ്ശേരി പോയി അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുൻപ് ഒന്ന് കാണണം. അപ്പൊ അവർ പറഞ്ഞു ഇപ്പൊ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, പോകാൻ പറ്റില്ല, നിങ്ങൾ പോയിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും തലശ്ശേരിയിലെത്തും. അവരെ കീറി മുറിക്കുന്നതിന് മുൻപ് എൻ്റെ മകനടക്കമുള്ളവരൊന്ന് കാണണം. അപ്പോൾ അതിന് ശേഷം അവരെ കാറ് ഏർപ്പാട് ചെയ്തു. ഞാൻ തലശ്ശേരിയിലെത്തി. തലശ്ശേരിയിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ആശുപത്രിക്ക് മുൻപിൽ. സഖാവ് ചടയൻ കോയിനാട്ട് അവരാണ് ആളുകളെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. 5 കുട്ടികളെയും ചെറുപ്പക്കാരെയും 5 കണ്ടത്. 5 മേശയുടെ മേലെ 5 പേരെ കിടത്തിയിട്ടാണ് കണ്ടത്. ഞാൻ ആദ്യം എനിക്ക് പേരറിയില്ലായിരുന്നു. ആദ്യം ഒരു ചെറുപ്പക്കാരനെ നോക്കി, അയാളുടെ മുഖത്തിന് നേരെയാണ് വെടി. ഇപ്പൊ മനസ്സിലായത് DYFIയുടെ കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സഖാവ് KK രാജീവൻ. ഒടുവിലാണ് റോഷൻ മോനെ നോക്കുന്നത്. എല്ലാവർക്കും മുൻപിലാണ് പോലീസിന്റെ വെടി ഏറ്റത്. ഒരു അരമണിക്കൂർ അവിടെ ചെലവഴിച്ചു. ഞാൻ നേരെ കൂത്തുപറമ്പിലേക്ക് വന്നു. ഭാര്യ ചോദിച്ചു, മകൻ മോനെ എടുത്തുവാണ്? ഞാൻ പറഞ്ഞു, മോൻ പരിക്ക് പറ്റിയവരെ ശുശ്രൂഷിക്കാൻ തലശ്ശേരി ആശുപത്രിയിലുണ്ട്. എപ്പോ വരും? നാളെ കാലത്തെത്തും എന്ന് പറഞ്ഞു. അന്നെ ഈ റേഡിയോകളാണ്, ട്രാൻസിസ്റ്റർ റേഡിയോകൾ. അപ്പൊ ആ റേഡിയോ വാർത്ത ഇവർ കേൾക്കുന്നത് കൊണ്ട് ആ റേഡിയോന്റെ ബാൻഡൊക്കെ കേടുവരുത്തി ഈ ചുറ്റുപാടുള്ള റോഡിന് ആളുകളെ നിർത്തി ബന്ധുക്കൾ ഈ വിവരം പറഞ്ഞിട്ട് ഇവിടെ വരുന്നതിന് വേണ്ടി ഒഴിവാക്കാൻ. അതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു 7:30 മണിയോടുകൂടി ഞാൻ പുറത്തുപോയി വീണ്ടും ഇവിടെ വന്നു. പിന്നെയും ചോദിക്കുന്നത് ഇത് തന്നെയാണ്, മോൻ എപ്പോൾ വരും? അവനെന്തെങ്കിലും പറ്റിയോ? അവർ ഇല്ല, അവൻ തലശ്ശേരിയിലുണ്ട്, നാളെ കാലത്ത് വരും. മർത്യനെ, ഭൂമിയെ, ഭാവിയെ കാത്തിടാൻ നിർഭയം നിൽക്കണം നമ്മൾ. ഇന്ന് നിശ്ചയം നിൽക്കണം നമ്മൾ. കൂത്തുപറമ്പ് തലശ്ശേരി ബ്ലോക്കുകളുടെ അതിർത്തിയിൽപ്പെട്ട വില്ലേജ് കമ്മിറ്റികളിൽ നിന്നുള്ള യുവാക്കളാണ് നവംബർ 25 രാവിലെ കൂത്തുപറമ്പിലെത്തിയത്. പല ഭാഗങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കുമെതിരെ മുദ്രാവാക്യം മുഴക്കിയെത്തിയ പ്രവർത്തകർ അർബൻ ബാങ്ക് പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന തലശ്ശേരി റോഡിലെ ആലക്കണ്ടി കോംപ്ലക്സിന്റെ ഗേറ്റിനടുത്തും പരിപാടി നടക്കുന്ന കൂത്തുപറമ്പ് ടൗൺ ഹാളിന്റെ ഗേറ്റിന് മുന്നിലും തടിച്ചുകൂടി. വെടിവെപ്പിൽ 5 DYFIയുടെ പ്രവർത്തകന്മാരാണ് വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് എൻ്റെ സഹോദരന. നമ്മളെന്തും ഒന്നിച്ചായിരുന്നു. പാർട്ടി പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പ്രക്ഷോഭ സമരങ്ങളിലും വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് എനിക്കിപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. മധുവേട്ടൻ എൻ്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, നമ്മൾ ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു. പിന്നെ മധുവേട്ടൻ സംഘടനാപരമായി കുറച്ച് കാലങ്ങൾ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളെങ്കിലും രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ പഴയകാല നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങളിലും ഏറെ അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. കൂത്തുപറമ്പിൽ വെടിയേറ്റ് മരിച്ചതിൽ സങ്കടവും അമർഷവും എല്ലാം ഉണ്ട്. എന്നിരുന്നാലും എൻ്റെ സഹോദരന് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ളതിൽ ഖേദമില്ല, അതിൽ അഭിമാനമുണ്ട്. ബലികുടീരങ്ങളിൽ നിന്നുണർന്നേറ്റവർ പിടയുന്ന ഹൃദയ താളങ്ങളിൽ പാടുന്നു. പടരു സഖാക്കളെ, പടരു
സഖാക്കളെ, കാലഘട്ടത്തിന്റെ സിരകളിൽ ചോരയിൽ ജീവചൈതന്യമാ. 1994 നവംബർ 25 അഴിമതിക്കും വിദ്യാഭ്യാസ കച്ചവടത്തിനുമെതിരായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മന്ത്രി MV രാഘവന് മുന്നിൽ പ്രതിഷേധിച്ച 5 യുവാക്കളെ വെടിവെച്ച് കൊല്ലുകയും പുഷ്പനെ നിത്യശയ്യാവലംബിയാക്കുകയും ചെയ്ത ഉജ്ജ്വലമായ കൂത്തുപറമ്പ് പോരാട്ടത്തിന്റെ വീരഗാഥ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത ഞായറാഴ്ച രാത്രി 7:30 ചെഞ്ചോര പൂവുകൾ വീണ്ടും എത്തുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി ഞങ്ങളെ അറിയിക്കുക. tvindimate@gmail.com